ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കിച്ചണിൻ്റെ അകത്ത്. അപ്പോൾ എനിക്ക് അറിയാൻ മേലാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ള വിചാരത്തോടെ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഒന്ന് കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പം വൃത്തിയുള്ള അടുക്കളയ്ക്ക് വേണ്ടി കുറച്ച് ശീലങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ ആദ്യത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മളുടെ സിങ്ക് യാതൊരു കാരണവശാലും നമ്മൾ ഇങ്ങനെ വൃത്തിയില്ലാത്ത രീതി സിങ്ക് ഇടല്ലേ, അതെപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ആർക്കെങ്കിലും രാത്രിയിലത്തെ പാത്രങ്ങളും ഉച്ചക്കത്തെ പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ സിങ്കിലിട്ട് നാറിയിട്ട് പിന്നെ രാത്രി കഴുകാം, പിന്നെ അടുത്ത ദിവസം രാവിലെ കഴുകാമെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതിപ്പം തന്നെ നമുക്കത് അവസാനിപ്പിക്കണം. അത് രാത്രി തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ഡൈനിങ് ടേബിളും ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ സിങ്കും കൂടെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി സിങ്കും കൂടെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ് എനർജി ആയിട്ട് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും. ഒരു നെഗറ്റീവ് എനർജി നമുക്ക് വരത്തില്ല. നമ്മൾ ഈ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കിന് കിച്ചണിൻ്റെ അകത്തോട്ട് കാണുമ്പം തന്നെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ, നല്ല വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പ് നോക്കിയാൽ മതി. പിന്നെ ഹസ്ബൻഡിനും പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് പാത്രങ്ങളും കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഒരു തലവേദനയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പാത്രം അപ്പോൾ ഒന്ന് കഴുകി മാറ്റാൻ ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ പെൻ ക്യാപ്പ് വെച്ചാണ്. പെൻ ക്യാപ്പിൻ്റെ ഒരു അടിപൊളി ടിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത്, നമ്മളുടെ പെന്നൊക്കെ എന്തായാലും അതിൻ്റെ ഇങ്കൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ ക്യാപ്പ് നിങ്ങൾ കളയല്ലേ. ക്യാപ്പ് നമുക്ക് ക്ലിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. ഇപ്പം ഞാൻ എന്ത് കണ്ട തുണിയൊക്കെ നമ്മൾ ഉണക്കാനിട്ടിട്ട് ക്ലിപ്പ് നമുക്ക് ഇല്ലാതെ വരുമ്പോൾ ആ തുണിയെ നമുക്കിങ്ങനെ പെൻ ക്യാപ്പ് വെച്ച് കൊടുത്താൽ മതിയേ. ഇത് നല്ലൊരു ടിപ്പല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടിപ്പ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നാരങ്ങ വെച്ചിട്ടുള്ള ടിപ്പാണ്. നമ്മളെല്ലാവരും പകുതി നാരങ്ങ മുറിച്ചതിൻ്റെ ശേഷം പകുതി നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അല്ലേ. അപ്പം 2 ദിവസം കഴിഞ്ഞ് അത് ഉപയോഗിക്കാൻ പോകുമ്പോഴത്തേക്കിന് അതിൻ്റെ ജ്യൂസ് എല്ലാം തീർന്ന് അത് ഉണങ്ങിപ്പോവും, പിന്നെ അത് വേസ്റ്റ് ആവും. അപ്പം നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ പകുതി നാരങ്ങ, മുറിച്ച നാരങ്ങയും പിന്നെ ജ്യൂസ് ഉള്ള നാരങ്ങയുടെ പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നാരങ്ങയുടെ ജ്യൂസ് ഒരാഴ്ച വരത്തേക്കിന് ആ ജ്യൂസ് പോകാതെ നാരങ്ങ ഉണങ്ങാതെ തന്നെ നമുക്ക് കിട്ടുമേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ പാലൊക്കെ കാച്ചുമ്പം പിന്നെ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കിന് നമ്മൾ സ്പൂണും ഇങ്ങനെ മൂടി പാത്രം ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പം ഇതിങ്ങനെ കമത്തി വെക്കണേ. കമത്തി വെക്കാതെ നമ്മൾ മൂടി പാത്രം ഇങ്ങനെ കമത്തി വെച്ചിട്ട് സ്പൂൺ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ ഒരു സ്പൂൺ റെസ്റ്റ് പ്ലേറ്റില്ലേ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്ലേറ്റിനകത്ത് സ്പൂൺ എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പം ഇങ്ങനെ നിങ്ങൾ സ്പൂണൊക്കെ മാറ്റി വെച്ച് മൂടിക്കൊടുത്താൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ കൗണ്ടർ ടോപ്പും പ്ലാറ്റ്ഫോമും ഗ്യാസ് സ്റ്റൗവും വൃത്തികേടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമേ. അങ്ങനെ ഇപ്പം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അരിയൊക്കെ ഇടത്തില്ലേ, അരിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് കുക്കർ ചീറ്റിക്കഴിഞ്ഞാൽ മൊത്തം താഴെ വരെ വെള്ളം ചീറ്റും. അപ്പം നമ്മൾ ഒരു സ്പൂൺ അതിനകത്ത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് അരി ഇട്ട് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് വെള്ളം ചീറ്റാതെ ചീറ്റാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമേ. പിന്നെ കൂടാതെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കടലയോ അരിയോ എന്ത് സാധനം ഇട്ടാലും നമ്മൾ കുക്കറിനകത്ത് ആ ആണിയില്ലേ അതിൻ്റെ താഴെ വരെ വെള്ളം ഇടാവുള്ളൂ. അതിനകത്തുള്ള സാധനങ്ങൾ മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏറെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിൻ്റെ അകത്തെ വെള്ളം മൊത്തം നമ്മുടെ ഈ കിച്ചണിനകത്ത് മൊത്തമായി വരും, പിന്നെ ഇരട്ടി പണിയാവും. അതിൻ്റെ കാട്ടിൽ നമ്മൾ കുക്കറിനകത്ത് ഏത് സാധനങ്ങൾ വെച്ചാലും അതിൻ്റെ സ്വല്പം അതിൻ്റെ മേളിൽ ഭാഗം വരെയുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പം ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് വെളി ചീറ്റാതെ സൂക്ഷിക്കാൻ പറ്റുമേ. കൂടാതെ ഒരു ടിപ്പും കൂടെ ഞാൻ പറയുന്നുണ്ട്.
ഇതിപ്പം നമ്മൾ കുറച്ച് ഈ ദാളൊക്കെ ഉണ്ടാക്കത്തില്ല, അപ്പം ഡയറക്റ്റ് നമ്മൾ കുക്കറിനകത്തല്ലേ ഈ ഉണ്ടാക്കുന്നത്. അപ്പം കുക്കറിന് ചീറ്റി കഴിയുമ്പോഴത്തേക്കിന് കുക്കറിൻ്റെ അടപ്പ് മൊത്തം ദാളിൻ്റെ ആ മസാലകളെല്ലാം പറ്റിയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തുണി എടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ, പക്ഷേ ഗ്യാപ്പ് ഇട്ടോണം, ഗ്യാപ്പ് ഇടാതെ വെച്ച് കൊടുക്കല്ലേ. തുണി ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ലേശം ആ കുക്കറിൻ്റെ വിസിലൊന്ന് പൊങ്ങാവുന്ന രീതിയിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ആ മസാലയൊക്കെ ഇങ്ങനെ കുക്കർ ചീറ്റി വരുമ്പോഴത്തേക്കിന് മസാലയെല്ലാം ആ തുണിയെ പറ്റിക്കോളും. കുക്കറിൻ്റെ അടപ്പ് ചീത്തയാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമേ. അപ്പം ഇനി അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, എല്ലാവരും ഈ ഗ്യാസ് സ്റ്റൗവും ഗ്യാസ് പ്ലാറ്റ്ഫോമും ഒക്കെ എന്നും ഒന്നും കഴുകാറില്ല അല്ലേ. മാസത്തിൽ ഒന്നൊക്കെ അല്ലേ നമ്മൾ സോപ്പിട്ട് നല്ല ഡീപ്പ് വാഷിംഗ് ഒക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മളൊരു സ്പ്രേ ബോട്ടിലിൽ ഒരു ഡെറ്റോളിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്നും നമുക്കിങ്ങനെ ഗ്യാസ് സ്റ്റൗവും പിന്നെ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ നമുക്കിങ്ങനെ ഡെറ്റോളിൻ്റെ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ എന്നും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. രാത്രി എന്തായാലും ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ രാത്രി കിടക്കാവുള്ളൂ. അപ്പം തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കിന്. കൂടാതെ മസാല ഡബ്ബകളൊക്കെ അത് സ്ഥാനത്ത് എടുത്ത് വെച്ചേക്കണം. പിന്നെ കൂടാതെ നിലത്ത് കിടക്കുന്ന പിള്ളേരൊക്കെ ഇങ്ങനെ നിലത്ത് ഇടും എല്ലാ സാധനങ്ങളും. അതൊക്കെ അപ്പം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനിയും അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ മുറിക്കാനുള്ള സാധനങ്ങളും കരിവേപ്പിലയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ നിരത്തി ഇടും അല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ഈ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളി ഇതൊക്കെ നമുക്കില്ലേ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയ്ക്കകത്തോട്ട് എടുത്തുകൊണ്ട് പോയി ഇരുന്ന് മുറിച്ചതിൻ്റെ ശേഷം അതിനകത്ത് തന്നെ തൊലിയെല്ലാം കൂടെ ഇടുക. അത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കത് മാറ്റിയെടുത്തൊന്ന് കഴുകിയെടുത്താൽ പോരെ. അപ്പോൾ നിങ്ങൾ ഈ കൗണ്ടർ ടോപ്പിനകത്ത് ഇങ്ങനെ തൂക്കുകയും തുടയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതൊരു എല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ചോപ്പൊക്കെ അതിൻ്റെ തൊലിയെല്ലാം കൂടെ പറിച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ തൊലിയെല്ലാം കൂടെ കൂടാതെ നമുക്ക് പ്ലാന്റ്സിൻ്റെ വേസ്റ്റിനകത്തോട്ടൊന്ന് കുഴിച്ചിട്ട് കൊടുത്താൽ മതി. പ്ലാന്റ്സിനൊക്കെ നല്ലതാണ്. ഈ സബോളയുടെ തൊലിയൊക്കെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ നല്ലോണം കിളുക്കുമ്പോൾ പ്ലാന്റ്സൊക്കെ നല്ലോണം പൂവിടും. ഇനിയും അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, ഞങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ചേറെ കുരുമുളക് ഇവിടെ കൊണ്ടുവരുവേ UAE അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ കൊണ്ടുവരും. അത് ഒരു വർഷത്തേക്കിനൊക്കെ ഉപയോഗിക്കുവേ. പക്ഷേ അത് വെളി വെച്ചാൽ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും ചില സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വർഷം നമ്മൾ പഠിച്ചെടുത്തു ഇങ്ങനെ ചെയ്യല്ലേ, വെളി വെക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണമെന്ന്. അപ്പം ഞങ്ങൾ ഫ്രിഡ്ജിനകത്താണ് ഇതെല്ലാം വെക്കുന്നത്. പക്ഷേ കുരുമുളക് ഞങ്ങൾ വെളിയിലാണ് വെക്കുന്നത്. ഈ മസാലപ്പൊടി എല്ലാം നമ്മൾ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. ഫ്രീസറല്ല, ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തോളം 1.5 വർഷത്തോളം ആ പൊടികൾക്ക് ഒരു കേടും വരാതെ നമുക്ക് UAE സൂക്ഷിക്കാൻ പറ്റുമേ. പിന്നെ ഞാനിപ്പം കുരുമുളക് പൊടി പൊടിച്ചത് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിവിടെ കുരുമുളകൊക്കെ പൊടിച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല ഉണങ്ങിയ സ്ഥലത്തെ വെച്ച് ഈ പൊടിയൊക്കെ ഇടാവുള്ളൂ. ഒരു തരി പോലും വെള്ളം ഉള്ള സ്ഥലത്ത് വെക്കല്ലേ. പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ബോട്ടിലിനകത്തോട്ട് ഇടുമ്പം തന്നെ ബോട്ടിലൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കിയതിൻ്റെ ശേഷമേ നിങ്ങൾ ഇങ്ങനത്തെ പൊടിയൊക്കെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ പൊടി തീർച്ചയായിട്ടും ചീത്തയായി പോവേ. കണ്ടോ, ഉണങ്ങിയ സ്ഥലമാണ്. നല്ലോണം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാണ് ഈ പൊടികളൊക്കെ എടുത്ത് മസാല ഡബ്ബയൊക്കെ നിറച്ച് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.